ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മീസ് വ്ലോഗ്. ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് വയനാട്ടിലേക്കാണ്. വയനാട്ടിലെ എന്നൂർ ഗോത്ര പൈതൃക ഗ്രാമത്തിലേക്കാണ് ഇന്നത്തെ ഞങ്ങളെ യാത്ര. പോകുന്ന വയലൊക്കെ നല്ല പച്ചപ്പും നല്ല പുല്ലുകളാണ്. പിന്നെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം കൂടിയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മുന്നോട്ട് അങ്ങനെ പോവാണ് കേട്ടോ. അപ്പം ഞങ്ങൾ പാട്ടൊക്കെ കേട്ട് ഡാൻസൊക്കെ കളിച്ചിങ്ങനെ പോവാണ് കേട്ടോ. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊന്നും നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ. ചുരമൊക്കെ കയറി തുടങ്ങിയപ്പോൾ എല്ലാവർക്കും വിശപ്പ് തുടങ്ങി. അപ്പോൾ ചുരത്തിൻ്റെ അവിടെ കുറേ കടകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കാടമുട്ടയും ചായയും കുടിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. എന്നിട്ട് ഞങ്ങൾ 2 പ്ലേറ്റ് ഓർഡർ ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പോവാണ്. പോകുന്ന വഴിയിൽ ഞങ്ങൾ കുറേ കുരങ്ങന്മാരൊക്കെ കണ്ടു കേട്ടോ. അവർക്ക് ഫുഡൊന്നും കൊടുക്കാൻ പാടില്ല. അവിടെ കുറേ സ്ഥലങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഫുഡ് കൊടുക്കരുത് എന്ന്. മന്ത്രി കെ രാധാകൃഷ്ണനാണ് എന്നൂർ ഗ്രാമം നാടിനായി സമർപ്പിച്ചിട്ടുള്ളത്. അതുകൂടാതെ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് 2ാം ഘട്ടത്തിൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്നൂർ എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ എത്തി. റോഡ് സൈഡിലൊക്കെ ഒരുപാട് വണ്ടികൾ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ താഴോട്ടുള്ള വഴിയിലൂടെ പോയാൽ എന്നൂറിൻ്റെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. റോഡ് സൈഡിൽ വണ്ടി നിർത്തേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് എന്നൂരിലേക്ക് 2 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോകാനായിട്ട് ജീപ്പ് സർവീസ് ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 20 രൂപയാണ് ജീപ്പ് സർവീസിന് ടിക്കറ്റ് വരുന്നത്. ഇവിടുന്ന് 8 ജീപ്പുകളാണ് എന്നൂരിലേക്ക് സർവീസ് ചെയ്യുന്നത്. ടിക്കറ്റ് എടുത്ത് നമ്മളിവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഇവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ ജീപ്പ് വന്നു കേട്ടോ. നല്ലൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ അത്. അപ്പോൾ ഇതാ ഞങ്ങളവിടെ ഏകദേശം എത്താനായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഗേറ്റ്. ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ. ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല രസമായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ 12 മണി സമയത്താണ് വന്നത്. ഇവിടെ നല്ല വെയിലായിരുന്നു കേട്ടോ. ഇതിൽ ഏകദേശം 1.5 മണിക്കൂർ കാണാൻ കാഴ്ചകളുണ്ട് കേട്ടോ. ലക്കടിലെ പ്രകൃതി രമണീയമായ കുന്നിന് മുകളിലാണ് എന്നൂർ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നല്ല വ്യൂ പോയിന്റുകളാണ്. ഇവിടെ കോടയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇതൊരു ഐസ്ക്രീം ഷോപ്പാണ്. ടോയ്ലറ്റൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ. അപ്പം ഞങ്ങളിവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും മുന്നോട്ട് നടന്നു കേട്ടോ. വെയിലുണ്ടെങ്കിലും വെയിലിൽ അങ്ങനെ ചൂടൊന്നുമില്ല കേട്ടോ. വാപ്പച്ച് ഓടിപ്പോവാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും എൻ്റെ പിന്നാലെ ഓടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ അവിടുത്തെ ഓരോരോ സ്റ്റാച്ചു പോലത്തെ സംഭവങ്ങളാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ആ
ഇരിക്കുന്നത് കുറേ ടീച്ചേഴ്സാണ്. അവരൊക്കെ അവിടെ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്യാണ്. ഇവിടെ ആദിവാസികളെ ചിത്രമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്റ്റാച്ചുവിൻ്റെ മുമ്പിൽ ഞങ്ങൾ ഫോട്ടോ എടുക്കുകയായിരുന്നു കേട്ടോ. നല്ല കാറ്റായിരുന്നു, കുന്നിൻ മുകളിലായതുകൊണ്ട് കേട്ടോ. ഗോത്ര പാരമ്പര്യത്തെ അടുത്തറിയാൻ വേണ്ടിയാണ് എന്നൂർ ഗ്രാമം നിർമ്മിച്ചിട്ടുള്ളത്. ടൂറിസം വകുപ്പും പട്ടികവർഗ വികസന വകുപ്പും ചേർന്നാണ് എന്നൂർ പദ്ധതി നടപ്പിലാക്കിയത്. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് അവർ നല്ല കളിക്കുന്നുണ്ടായിരുന്നു. ഇതിൽ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ ഗോത്ര ഭക്ഷണമൊക്കെ കിട്ടും. പിന്നെ ഇതാ ഇവിടെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ മഞ്ഞൾ, ചുക്ക്, മുളയരി, കാപ്പി ഒക്കെ അവർ കൃഷി ചെയ്തതാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് അവിടെ പർച്ചേസ് ചെയ്യാം. ഇതല്ലാത്ത ഒരുപാട് സംഭവം അവിടെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഒരുപാട് നടുവേദന, മുടി കൊഴിച്ചിൽ അതിനൊക്കെയുള്ള മരുന്നുകളാണ്. തൈലവും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കൂടുതലുള്ളത് മരുന്നുകളാണ്. ഇതിനകത്ത് ഒരുപാട് ചിത്രങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാ ഇവിടെ കാപ്പിയും ചുക്ക് കാപ്പിയൊക്കെ വിൽക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇലയൊക്കെ ഉണ്ട്. പിന്നെ കാപ്പിയൊക്കെ നമുക്ക് കുടിക്കാനും തരും കേട്ടോ. അതാണ് അതിൻ്റെ ചെടി. ഞങ്ങളവിടെ ചുക്ക് കാപ്പിയും കാപ്പിയൊക്കെ മേടിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പുറത്തേക്ക്. ഇവിടെ ആൾക്കാർക്ക് റെസ്റ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, ചെയേഴ്സ്. ഇവിടെ ഇതാ അമ്പെയ്ത്ത് കേന്ദ്രമൊക്കെ ഉണ്ട്. ഒരാൾക്ക് 30 രൂപയാണ് കേട്ടോ വരുന്നത്. ഇവിടെ അമ്പും വില്ലൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പോകാൻ പോണത് ആദിവാസികളെ ഊരിലേക്കാണ്. ഇവിടെ നമുക്ക് കയറി കാണുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇത് ഓല കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ വേറൊരു വീട്ടിലേക്ക് പോകാൻ പോവാം കേട്ടോ. ഓരോ വീടും വ്യത്യസ്ത തരങ്ങളിലാണ് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ചുമര് നിർമ്മിച്ചിട്ടുള്ളത് മണ്ണ് കൊണ്ടാണ്. ഇവിടെ കുറേ കൊട്ടയും ബാഗൊക്കെ തൂക്കി വെച്ചിട്ടുണ്ട്. ഇത് ആദിവാസികളുടെ കോളനി റീക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതവർ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളാണ്. കൊട്ടയും ഇത് കുട്ടീനെ കിടത്തി ഉറക്കുന്ന ഒരു ഇതാണ്. പിന്നെ ഇതാ ഇവിടെ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ തീ കത്തുന്ന മരി ഇതൊക്കെ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് അവരുടെ ചൂല്. ഇതായത് ഒരു മീൻ പിടിക്കുന്ന സ്ഥലത്ത് മീൻ ഇടുന്നത്. പിന്നെ അത് ചൂല്. പിന്നെ വളരെ ഇതാണ് വാള്. ഇത് അൽഫാമൊക്കെ ചുടുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. മുള കൊണ്ടാണ് അവർ ഡോറൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പം ഇതാ പിന്നെ ഞങ്ങൾ വയനാട്ടിലൊരു സ്ഥലത്ത് നിർത്തിയതാണ് കേട്ടോ. നല്ല തേയിലത്തോട്ടമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നു. അപ്പോൾ ബൈ.